ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പ്ലസ് ടുവിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. വെൽക്കം ഓൾ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന പോയിന്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിലൂടെ സുഗമമായി വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടാൻ മടിക്കുന്ന വസ്തുക്കളെ, കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. ഇവിടെ ഒരു കണ്ടക്ടറാണ് കാണിച്ചിട്ടുള്ളത്. ഈ കണ്ടക്ടർ എങ്ങനെയാണ് ഈ സുഗമമായി വൈദ്യുതി കടത്തിവിടുന്നത്? അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് ആ ഇലക്ട്രോണിന്റെ ഫ്ലോ കറണ്ടിന്റെ ഒഴുക്കിന് സുഗമമായി നടത്തുന്നത്. അപ്പോ ഇവിടെ ഒരു ഇലക്ട്രോൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു കണ്ടക്ടറാണ്, ഒന്നിലേക്കും കണക്ട് ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു കണ്ടക്ടർ. ആ കണ്ടക്ടറിനകത്ത് ഇപ്പൊ ഇലക്ട്രോൺസ് നിങ്ങൾക്ക് കാണാം, പല പല ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഡയറക്ഷൻ റാൻഡം ആണ്, എന്ന് വെച്ചാൽ പല പല ദിശകളിലാണ്. അപ്പൊ റാൻഡം മോഷനിൽ ഇരിക്കുന്ന ഈ ഇലക്ട്രോൺസിന് അതിന് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് ഒഴുക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? ദ നെറ്റ് കറന്റ് ഈസ് 0. അപ്പോ ഇവിടെ നമുക്ക് ആവറേജ് വെലോസിറ്റി, ഓരോ ഇലക്ട്രോണും നീങ്ങുന്നുണ്ട്, അതിന്റെ ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 0. എന്തുകൊണ്ടാണ്? അതിന്റെ ഡയറക്ഷൻ എല്ലാം വ്യത്യസ്ത ദിശകളിലാണ്. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നെറ്റ് ഇഫക്റ്റ് 0 ആയി മാറും. പക്ഷെ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത് ആ കണ്ടക്ടറിലേക്ക് തന്നെ ഒരു എൻഡ് ഒരു സെല്ലിന്റെ പോസിറ്റീവിലേക്കും അടുത്ത എൻഡ് ആ സെല്ലിന്റെ തന്നെ നെഗറ്റീവിലേക്കും കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു ഈ സെല്ല് ഉപയോഗിച്ചിട്ട്. അല്ലെങ്കിൽ എന്ത് പറയാം, ഈ പോസിറ്റീവ് വരുന്ന ഭാഗം പോസിറ്റീവും നെഗറ്റീവ് വരുന്ന ഭാഗം നെഗറ്റീവ് ആവുമ്പോൾ ഇതിൽ നിന്ന് പോസിറ്റീവിലേക്ക് നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. അപ്പൊ ഇപ്പോ ഈ ഇലക്ട്രോണുകൾ ഇരിക്കുന്നതെല്ലാം തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ ഞാൻ ഈ സെല്ലിന്റെ വരച്ചത് വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ ഈ സെല്ലിന്റെ നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെയാണെങ്കിൽ ഇതിലിപ്പോ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആകുന്നു. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവായി മാറുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന്റെ എല്ലാം തന്നെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. നെഗറ്റീവ് എന്തായാലും റിപ്പൽഷൻ ആണ് ഉണ്ടാവുക. പക്ഷെ പോസിറ്റീവിനടുത്തേക്ക് അതിനൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ഈ റാൻഡം മോഷൻ ഒരു മാറ്റം വന്നു. അതെല്ലാം ഡയറക്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവായി. കൃത്യമായ ഡയറക്ഷൻ അല്ലെങ്കിലും ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനനുസരിച്ച് ഇതിന്റെ ഡയറക്ഷൻസ് ആ ദിശയിലേക്ക് മാറുന്നു. അപ്പോ ഇവിടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. അപ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കറണ്ടിന്റെ ദിശ എന്ന് പറയുന്നത്. കറണ്ടിന്റെ ദിശ എങ്ങോട്ടാണ്? ഈ സർക്യൂട്ടിലൂടെ കറണ്ടിന്റെ ദിശ എങ്ങോട്ടാണ്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു കറണ്ട് ഒഴുകുന്നു. അപ്പോ ഇവിടെ കറണ്ടിനെ ഒഴുക്കിന് കാരണമായിട്ടുള്ളത് എന്താണ്? ഇവിടെ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകാനുള്ള കാരണം ഈ ഇലക്ട്രോൺസ് പോസിറ്റീവ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ആ വാക്കിനെ ഉപയോഗിക്കുന്ന പേരാണ് ദേ ആർ ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് സൈഡ്. അപ്പൊ ആ ഒരു വെലോസിറ്റി, എത്ര വെലോസിറ്റിയോട് കൂടിയാണ് ഈ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തത് കൊണ്ട് ഒരു ദിശയിൽ നിന്ന് വേറൊരു ദിശയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നത്, അതിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി. ഒരു ഇലക്ട്രോണിന്റെ വെലോസിറ്റി അല്ല നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് സൈഡ് ഓഫ് ദ കണ്ടക്ടർ വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ അപ്ലിക്കേഷൻ വന്നപ്പോഴാണ് ഇത് നടന്നത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡെഫിനിഷൻ ഇപ്പൊ പറഞ്ഞു. ഇനി എന്താണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് കണ്ടുപിടിക്കാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ നമുക്ക് ഉടനെ ഓർമ്മ വരുന്ന ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻസിലെ ഇക്വേഷൻ ആണ് എന്ത്? ബി ഈക്വൽ ടു യു പ്ലസ് AT. ഇവിടെ വി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആണ്, യു എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ആണ്, ടി എന്ന് പറയുന്നതും ആവറേജ് ടൈം. അപ്പോ ഈ കേസില്, ഇവിടത്തെ കേസില് ഇനീഷ്യലി ഇതിന്റെ ആവറേജ് വെലോസിറ്റി എന്തായിരുന്നു? ഈ യുവിന്റെ വാല്യൂ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനീഷ്യൽ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി റാൻഡം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം?
V average is equal to A into T average. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ നമുക്കിപ്പോ കയ്യിലുള്ളത്. ഇനി ആക്സിലറേഷന്റെ ഇക്വേഷൻ കിട്ടാനായിട്ട് ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. ആക്സിലറേഷന് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷനിൽ ആക്സിലറേഷൻ ഉണ്ട് അല്ലെ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഏറ്റവും എളുപ്പമുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എന്ത്? F equal to ma. ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഓരോ ഇലക്ട്രോണിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? F equal to മൈനസ് E. ഇവിടെ ഇലക്ട്രോണിന്റെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ F equal to മൈനസ് E. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിലും ഫോഴ്സ് ആയതുകൊണ്ട് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ma is equal to മൈനസ് E. ഇതിൽ നിന്ന് ആക്സിലറേഷന്റെ വില നമുക്ക് കിട്ടി മൈനസ് E ബൈ m. ഇവിടെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് V average is equal to minus E small letter e and capital letter E divided by m into T average. E average velocity with which the electrons are drifted towards the one side by the application of electric field നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോ ഇതിനിടയിലുള്ള ആവറേജ് ടൈമിന് പറയുന്ന വേറൊരു പേരാണ് ടോ. ടോ ഈസ് നോൺ ആസ് റിലാക്സേഷൻ ടൈം ആൻഡ് Vd is known as drift velocity. അപ്പൊ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ കിട്ടി. ഡ്രിഫ്റ്റ് വെലോസിറ്റി is equal to മൈനസ് E by m into ടോ. ഈ ടോ എന്ന് എഴുതുന്നത് ഒന്ന് ശ്രദ്ധിക്കാം, സാധാരണ ടി പോലെയല്ല. ഈ ടോ യുടെ പേരാണ് റിലാക്സേഷൻ ടൈം. എന്താണ് ഈ റിലാക്സേഷൻ ടൈം? ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം ആണ്. എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാല്? ഇവിടെ നമുക്ക് ഓരോ ഇലക്ട്രോണുകൾ വളരെ അടുത്തടുത്താണ്, നമ്മളിവിടെ കാണിച്ചിട്ടില്ലെങ്കിലും ഇത് തമ്മിൽ എന്ത് സംഭവിക്കാം? കൂട്ടിയിടികൾ നടക്കും, കൊളീഷൻസ്. അപ്പൊ രണ്ട് കൊളീഷനിടയ്ക്ക് ഇപ്പൊ ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് നീങ്ങി ഇവിടെയുള്ള അടുത്ത ഇലക്ട്രോണുമായി കൊളൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവ സഞ്ചരിക്കാൻ എടുത്ത സമയമാണ് ആ റിലാക്സേഷൻ ടൈം. ദ ആവറേജ് ടൈം ഇന്റർവൽ ബിറ്റ്വീൻ two successive collisions are called relaxation time. Two collisionsiനിടയ്ക്ക്, രണ്ട് അടുത്തടുത്ത കൊളീഷൻസിനിടയ്ക്ക് ഈ ഇലക്ട്രോൺസ് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഫാക്ടേഴ്സ് ഇവിടുന്ന് കിട്ടി, രണ്ട് ഡെഫിനിഷൻസും ഒരു ഇക്വേഷനും അല്ലെ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിലാക്സേഷൻ ടൈം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫാക്ടേഴ്സ് കിട്ടി അത് കാണുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, എന്താണ് റിലാക്സേഷൻ ടൈം എന്ന് കിട്ടും. ഇനി we are going to find another relation, the relation between the current and drift velocity. അത് കാണാനായിട്ട് കറണ്ടിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ് എന്ത്? കറണ്ട് I is equal to എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? Q by T. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. Q is the total charge and T is the time. ഇവിടെ നമുക്ക് Qവിന് എന്താണ് ടോട്ടൽ ചാർജ്? ഇപ്പൊ ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ എപ്പോഴും ഒരു കണ്ടക്ടർ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് എടുക്കുന്നത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാന്നൊന്ന് മനസ്സിൽ വിചാരിക്കാം. ഈ ഷേപ്പിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് L ആണ്. അപ്പൊ ഏതൊരു വയറും സിലിണ്ടറിക്കൽ ഫോമിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടക്ടർ തന്നെ എടുക്കാം. ഈ കണ്ടക്ടറിന്റെ അപ്പോ ഏരിയ, ഈ ഭാഗത്തിന്റെ ഏരിയ എയും നീളം എല്ലും ആണ്. അപ്പൊ വാട്ട് ഈസ് വോളിയം? വോളിയം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ. നമ്മളിവിടെ ഈ ഒരു നിശ്ചിത അളവ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് എപ്പോഴും കണ്ടുപിടിക്കുന്ന ഒരു ഫാക്ടറാണ് നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഡെൻസിറ്റി എന്ന് വെച്ചാല് അതിനെ നമ്മൾ n കൊണ്ടാണ് സൂചിപ്പിക്കുക. ടോട്ടൽ നമ്പർ
ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ വോളിയം, അതായത് യൂണിറ്റ് വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതിനെയാണ് നമ്പർ ഡെൻസിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ടോട്ടൽ എൻ എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പർ ക്യാപിറ്റൽ എന്നും വോളിയം വിയും ആണെങ്കിൽ നമ്പർ ഡെൻസിറ്റി എന്ന് വെച്ചാല് ക്യാപിറ്റൽ എൻ ബൈ വി ആണ്. അപ്പൊ എൻ ആണ് നമ്പർ ഡെൻസിറ്റി എന്ന് നമുക്ക് കണ്ടെത്താം. പിന്നെ ഇതിന്റെ വോളിയം നമുക്ക് എ ഇൻറ്റു എൽ ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ എഴുതുക? ടോട്ടൽ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺസ് എന്നാണ്. അപ്പൊ ഇവിടെ എന്നിന് പകരം എന്തെഴുതാം? എൻ ഇൻറ്റു വി. ദാറ്റ് ഈസ് നമ്പർ ഡെൻസിറ്റിനെ സ്മോൾ ലെറ്റർ എൻ എന്നും വോളിയത്തിന് വി എന്നും കൊടുത്തു. വോളിയം അഗെയിൻ വാട്ട് ഈസ് വോളിയം? എ ഇൻറ്റു എൽ. അപ്പൊ ഇവിടെ എൻ ഇൻറ്റു എ ഇൻറ്റു എൽ ഇൻറ്റു ഇ. ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണെങ്കിൽ അതിന് ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ ഓരോ ഇലക്ട്രോൺസും സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം ടി യു ആണെങ്കിൽ ഈ നീളത്തിനെ നമുക്ക് എന്തെഴുതാം? എൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് എൽ എടുക്കുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോ ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? എൽ ക്യാൻ ബി റിട്ടൺ ആസ് വി ഡി ഇൻറ്റു ടി. അപ്പൊ എല്ലിന് പകരം വി ഡി ഇൻറ്റു ടി എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വീണ്ടും അഗെയിൻ വൺ സബ്സ്റ്റിറ്റ്യൂഷൻ, എ ഇൻറ്റു വി ഡി ഇൻറ്റു ടി ഇ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇതിനൊക്കെ ഡിവൈഡഡ് ബൈ ടി ഉണ്ട് അല്ലെ? ഡിവൈഡഡ് ബൈ ടി. അപ്പൊ ക്യൂവിന് പകരം എൻ ഇ കൊടുത്തപ്പോഴും അവിടെ ഒരു ടി ഉണ്ട് ബൈ ടി എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ രണ്ട് ടിയും കൂടി വെട്ടിപ്പോയി. ബാക്കി എന്താണ്? ഞാൻ ഇതിനൊന്ന് നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എളുപ്പം പറയാൻ പറ്റുന്ന ഒരു ഫോർമുല എഴുതാം. എൻ ഇ എ വി ഡി. This is the equation for current which is related to drift velocity. So this is a relation between current and drift velocity. ഇതില് ഈ റിലേഷനിൽ എന്ത് വന്നു? കറന്റിന്റെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും റിലേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് കൊണ്ട് കിട്ടിയ രണ്ട് കാര്യങ്ങൾ. എന്താണ് കറന്റുമായിട്ടുള്ള റിലേഷൻ, എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ബൈ യൂണിറ്റ് വോളിയം ആണ്. അപ്പോ നമ്പർ ഡെൻസിറ്റി, ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടെങ്കിൽ കറണ്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഇവിടെ പറയുന്ന വേറൊരു ക്വാണ്ടിറ്റിയാണ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. എത്രത്തോളം മൊബൈൽ ആണ് എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ മൊബിലിറ്റി. മൊബിലിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ മ്യൂ. മ്യൂ എന്ന ലെറ്റർ കൊണ്ടാണ് മൊബിലിറ്റി നമ്മൾ സൂചിപ്പിക്കുന്നത്. മൊബിലിറ്റിയുടെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിയെ ഡെഫിനിഷൻ പറയാൻ പറ്റും. മൊബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിന്റെയും റേഷ്യോ ആണ്. അപ്പൊ മൊബിലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ്, ഇങ്ങനെ ബൈറ്റ് എഴുതുകയെന്ന് നമ്മൾ പറയുന്നതാണ് ഡെഫിനിഷനിലെ റേഷ്യോ. ദ റേഷ്യോ ഓഫ് മോഡുലസ്, ഈ രണ്ട് വരകള് മോഡുലസ് എന്നാണ് കാണിക്കുന്നത്. അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. നേരത്തെ ഇക്വേഷനിൽ നമുക്കൊരു നെഗറ്റീവ് സൈൻ വന്നിരുന്നു. അപ്പൊ ഇവിടെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നത് കാണിക്കാനാണ് മോഡുലസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഇതിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഇടയ്ക്ക് നമുക്ക് ക്വസ്റ്റ്യൻ വൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഈ മൊബിലിറ്റിയുടെ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ വേണമെങ്കിൽ ഇതിനെ മാറ്റി എഴുതാം. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ? ഇ ബൈ എം ഇൻറ്റു ടോ അല്ലെ, ആൻഡ് ഡിവൈഡഡ് ബൈ ഇ. അപ്പൊ ഇയും ഇയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇ ബൈ എം ഇൻറ്റു ടോ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇ ബൈ എം റേഷ്യോയും റിലാക്സേഷൻ ടൈമും ഉണ്ടെങ്കിൽ നമുക്കിവിടെ മൊബിലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ.